എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. 13 വർഷമായി കോമയിൽ കഴിയുന്ന 32കാരൻ ഹരീഷ് റാണയുടെ ദയാവധത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. രാജ്യത്ത് ആദ്യമായാണ് ഒരാൾക്ക് ദയാവധം കോടതി അനുവദിക്കുന്നത്. വിധി പ്രസ്താവിക്കവെ ജസ്റ്റിസ് ജെ.ബി. പർദിവാന കണ്ണീരണിഞ്ഞു. ഇതോടെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. തന്റെ മകന്റെ ദുരിതാവസ്ഥ കണ്ടുമടുത്ത മാതാപിതാക്കളാണ് ദയാവധം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിൽ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എയിംസ് ആണ് ഹരീഷ് റാണ കഴിയുന്നത്. 2013 ഓഗസ്റ്റ് 20 കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്നു വീണതോടെയാണ് നോയിഡ സ്വദേശി ഹരീഷ് റാണയുടെ ശരീരം തളർന്നത്. അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ഹരീഷിന്റെ ശരീരത്തിലാകെ മുറിവുകളാണ്. ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നത്. ഓക്സിജൻ ട്യൂബുമുണ്ട്. ഭേദപ്പെടുത്താനാകാത്ത വിധം രോഗാവസ്ഥയിലാകുന്നവർക്ക് മരുന്നും ഭക്ഷണവും മറ്റും ക്രമേണ നിർത്തിയുള്ള മരണം പാസീവ് യുഥനേസിയ അനുവദിക്കാറുണ്ട്. എന്നാൽ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മരുന്നും ഇഞ്ചക്ഷനും മറ്റും ഉപയോഗിച്ചുള്ള മരണം ആക്റ്റീവ് യുഥനേസിയ ഇന്ത്യയിൽ അനുവദിച്ചിട്ടില്ല. ജസ്റ്റിസുമാരായ ജെ.ബി. പർദിവാല, കെ.വി. വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് മകന് ദയാവധം നൽകണമെന്ന ഹരീഷ് റാണയുടെ പിതാവിന്റെ ആവശ്യം പരിഗണിച്ചത്. ഇത്തരം കേസുകളിൽ പ്രധാനപ്പെട്ട ചോദ്യം മരണമാണോ രോഗിക്ക് നല്ലത് എന്നതല്ല, മറിച്ച് ജീവൻ നിലനിർത്തുന്ന ചികിത്സ തുടരുന്നത് രോഗിയുടെ നന്മയ്ക്കായാണോ എന്നതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഉറക്കവും ഉണർവും ഹരീഷ് റാണയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അർത്ഥവത്തായ ഇടപെടലുകളൊന്നും സാധ്യമല്ല. എല്ലാ പരിചരണ പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നു. പ്രത്യേക ട്യൂബിലൂടെ പോഷകദ്രാവകം നൽകിയാണ് ജീവൻ നിലനിർത്തുന്നത്. വർഷങ്ങളായി ആരോഗ്യനിലയിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല, കോടതി ചൂണ്ടിക്കാട്ടി. നിഷ്ക്രിയ ദയാവധം രാജ്യത്ത് നിയമവിധേയമാക്കിയ വിധിപ്രകാരമുള്ള നടപടികൾ പാലിച്ച് മെഡിക്കൽ ബോർഡിന് ദയാവധം നടപ്പാക്കും. വിധി പ്രസ്താവിക്കവെ ജസ്റ്റിസ് ജെ.ബി. പർദിവാന കണ്ണീരണിഞ്ഞു. ഇതോടെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. 2018 മാർച്ച് 9 അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് നിഷ്ക്രിയ ദയാവധത്തിന് ഉപാധികളോടെ അനുമതി നൽകി ചരിത്രപരമായ വിധി പ്രസ്താവിച്ചത്. രോഗിയെ മരുന്നു കുത്തിവച്ച് പെട്ടെന്ന് മരിക്കാൻ അനുവദിക്കുന്ന രീതിയല്ല നിഷ്ക്രിയ ദയാവധം അഥവാ പാസീവ് യുഥനേസിയ. പകരം മെഡിക്കൽ ട്രീറ്റ്മെന്റ് പൂർണ്ണമായും ഒഴിവാക്കി രോഗിയെ മരിക്കാൻ അനുവദിക്കുന്നതാണിത്. മരുന്നുകളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി ഒഴിവാക്കും. Thank you.